ഗായ്സ്, നമ്മൾ ജമ്മു ഹൈവേയിലുള്ളൊരു കാഴ്ചയായിട്ട് ജമ്മു നിന്ന് ശ്രീനഗർ പോകുന്ന ഹൈവേ എന്നുള്ളൊരു കാഴ്ചയാണ്. ലോറി മേലൊന്ന് മറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച. ഹായ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ 15ാമത്തെ ദിവസമായിട്ടോ, 2 ആഴ്ച കഴിഞ്ഞ് 1ാമത്തെ ദിവസമാണത്. അപ്പോൾ 15ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ മിനിയാന്ന് താമസിച്ച ഒരു A1 ഹോട്ടൽ പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് ഇപ്പോൾ ഒന്നുള്ളത്. ഒരു 300 രൂപയുടെ ഡോർമെട്രി ഉണ്ടല്ലോ, അതെ, ഒരു റൂമിൽ ഒരുപാട് കട്ടിലുകൾ, ആ സെറ്റപ്പിലാണ് ഉള്ളത്. നമ്മൾ ഇന്നലെ സ്ഥലത്തിൻ്റെ പേരും ഓർമ്മയിട്ടില്ല. നമ്മൾ ആ മഞ്ഞ കണ്ട സ്ഥലം ഉണ്ടല്ലോ, എന്തിന് പേര്, ഗുൽമർഗ് എന്ന് ഇറങ്ങിയിട്ടോ. ഗുൽമർഗിൽ അവിടെ നല്ല കട്ട മഞ്ഞൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് ലേ ലഡാക്ക് വഴി പോകാൻ കഴിയില്ല, ബൈക്ക് ആയതുകൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ ചില കാറുകളൊക്കെ പോയി നോക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടുന്ന് തടഞ്ഞ് വെച്ച് തിരിച്ചു വിടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് തണുപ്പൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ റൂമിന് ഭയങ്കര എക്സ്പെൻസാണ്. ടെൻ്റ് അടിച്ചിട്ടൊന്നും നടക്കില്ല കേട്ടോ. ടെൻ്റൊക്കെ അങ്ങോട്ട് തണുത്തില്ലാണ്ടായി പോകും, മഞ്ഞൊക്കെ വീണാത്താണ്, ടെൻ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. ശ്രീനഗറും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. നമ്മൾ മിനിയാന്ന് ബനിഹാൽ വേറെ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, ബനിഹാൽ. അപ്പോൾ ഇവിടെ നേരം വെളുത്തൊരു 10 മണിയൊക്കെ കിട്ടും. ഇവിടെ നേരം വെളുക്കുന്നത് തന്നെ ഒരുപാട് സമയം എടുക്കും. നേരം വെളുത്താലും നമ്മൾ അറിയില്ല. ഒരു അണ്ടർഗ്രൗണ്ടിലാണ്, ഫുള്ള് ഇരുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴും മൈനസാണ് കേട്ടോ, ഡിഗ്രി സെൽഷ്യസൊക്കെ മൈനസാണ്. അപ്പോൾ നമ്മൾ നേരെ വിടുകയാണെങ്കിൽ നേരെ കറക്റ്റ് എവിടേക്കാണ് ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല. നമ്മൾ ആദ്യം ജമ്മുക്ക് പോവുകയാണ്. ജമ്മു പറഞ്ഞാൽ നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ജമ്മു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ആദ്യം. എന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കണം എങ്ങോട്ട് പോകണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ വരും കാഴ്ചകൾ കാണാം കേട്ടോ, ആരും സ്കിപ്പ് ചെയ്യണ്ട. ഗായ്സ്, നമ്മളങ്ങനെ ബനിഹാലിൽ നിന്ന് ഇറങ്ങിയിട്ട് ബനിഹാലിന് ജമ്മു പോണ വഴിയാണ്. ജമ്മു പോണ വഴി വമ്പൻ ടാസ്ക്കാണ്. ജമ്മു എത്തണ വരെ ഇത് ഇമാതിരി റോഡാട്ടോ, ഒരു ഒറ്റ റോഡ് ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് തന്നെ വൺ സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ ഒരു വഴിയേ ഉള്ളൂ, ഒറ്റ റോഡേ ഉള്ളൂ. ഇവിടെ ഹൈവേ പണിത് വരുന്നേ ഉള്ളൂ. ഇതാണ്ട് ഞങ്ങൾ അടിപൊളി സ്ഥലമൊക്കെയാണ് കാണാനൊക്കെ. പക്ഷേ ഇവിടെ ഡേഞ്ചറാണ് കേട്ടോ. അവിടെ ഫുള്ള് ക്രഷറും പിന്നെ അതൊക്കെ ക്രഷറാണ്, റോഡ് സൈഡിലൊക്കെ ക്രഷറാണ്. കല്ല് കൊടുന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെയാണ് ഫുൾ സെറ്റപ്പ്. നമ്മളിവിടെ ചാടിച്ച നിർത്തി കേട്ടോ. ഇവിടുത്തെ പഞ്ചർ കടയുണ്ട്, പഞ്ചർ കട, വണ്ടി നന്നാക്കാനുള്ള ടൂൾസൊക്കെ ഉള്ള ചെറിയ കടകൾ. ഇവിടെയൊക്കെ വണ്ടി നല്ല പെടലാണ് കേട്ടോ. ഒരു ലോഡ് മൈദ ഇവിടെ വെച്ചേക്കണേ. ഇവിടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ. ഇവിടെ ഓരോ ആൾക്കാർ തീ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ മാലിപ്പൂരിയൊക്കെ മാതിരിയുള്ള സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ അതേമാതിരി ബണ്ണുണ്ട്, മാലിപ്പൂരി ഒന്നുണ്ട്. എനിക്ക് അതിൻ്റെ സമൂസ ഒന്നുമില്ല കേട്ടോ. अच्छा ज़्यादा അപ്പോൾ ആണ് ചായക്കട കേട്ടോ. ഓരോ ആൾക്കാർ ചൂടൊക്കെ കായുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇതാട്ടോ. നമ്മളെ വണ്ടി ഇത്ര കാലമായിട്ട് നമുക്ക് വലിയ പണി തന്നിട്ടില്ല കേട്ടോ. അതിപ്പോൾ ജമ്മു എത്തി. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് പൊട്ടുന്നൊക്കെ കരുതി, ഇതിൻ്റെ ബെൽറ്റ് ഇതുവരെ പൊട്ടിയില്ല. പിന്നെ അതേപോലെ പഞ്ചറാകാൻ കരുതി, പഞ്ചറായില്ല. ഫുൾ സെറ്റപ്പ് ആട്ടോ നമ്മളെ വണ്ടി. ഡിയോ ഉയർ കുറേ ആൾക്കാർ തീ കായുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓലൊക്കെ അന്തം മുട്ടിങ്ങനെ നോക്കുക എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിച്ചേട്ടോ. ഇടയ്ക്ക് ഇതിൻ്റെ അപ്പുറത്ത് മഞ്ഞുമലൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. മഞ്ഞുമലൊക്കെ നമ്മൾ നല്ല ഫുള്ള് കണ്ടു പോകുന്നതാണ്. ഞാൻ ഭാഗത്തൊക്കെ അടുപ്പിച്ചാൽ വെച്ച് സത്യം പറഞ്ഞാൽ ആകെ തണുത്ത് ഇല്ലാണ്ടായി. ഇച്ചാട്ടോ വലിയ കുഴപ്പം, ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണേ. പിന്നെന്താ വെച്ചാൽ തണുപ്പൊക്കെ സഹിച്ചാ, പക്ഷേ പൈസ കൊടുക്കണമല്ലോ. നല്ല കണ്ടമാനം പൈസ ഇറക്കണം. റൂമിനൊക്കെ വമ്പൻ ചിലവാണ്. അതുകൊണ്ടാണ് നമ്മളധികം ടൂറിസ്റ്റ് ഏരിയയിൽ നിൽക്കാത്തത്. ടാസ്ക്കാണ് കേട്ടോ മൊത്തം. ഗായ്സ്, ഇവിടുത്തെ ചായക്കൊക്കെ ടേസ്റ്റ് കൂടാൻ നല്ലോണം തിളപ്പിച്ചു കിട്ടുമോ. നല്ലോണം തിളപ്പിച്ച് പറഞ്ഞാൽ തിളപ്പിച്ച് നമ്മളൊക്കെ തിളച്ച് അപ്പോൾ തന്നെ പൊടിയിട്ടാണ് കുടിച്ചു. കട്ടൻ ചായ നമ്മുടെ പരിപാടി ഉണ്ടല്ലോ കേട്ടോ. കട്ടൻ ചായ എന്താണെന്ന് ചോദിക്കും. പിന്നെ ഇവിടെ ഈ സാധനത്തിന് പേര് മാൽപ്പൊരി എന്ന് തന്നെ. ഇസ്കാ നാം ക്യാ ഭയ്യ? മാൽപുര എന്നാട്ടോ പറയട്ടോ. നമ്മൾ മാൽപ്പൊരി എന്ന് പറയുന്നത് മാൽപുര. അപ്പോൾ ചായ ഇവിടെയൊക്കെ പൊട്ടുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ചിലയിടത്ത് പേപ്പർ ഗ്ലാസ് ചെറുത് കൈകാരം, ചിലയിടത്ത് 20 റുപ്യ ഉണ്ടോ. അവിടെ 10 റുപ്യക്ക് കിട്ടും കേട്ടോ. പിന്നെ ചായയിൽ ഇഞ്ചി അല്ലെങ്കിൽ ഏലക്കായ ചേർക്കട്ടോ. ഇതിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. ഇഞ്ചി ചേർത്താൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം, വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. പാലും ഇഞ്ചിയും വേണം. എങ്ങനെയുണ്ട്? നമ്മളത്ര ടേസ്റ്റ് ഇല്ല മാൽപ്പുരി അല്ലേ? മാൽപ്പുരി ആ കളറൊന്നും ഇല്ല കേട്ടോ.
ഒരു വെള്ള കളറാണ്. ഇതുവരെ ഉണ്ടാക്കിയത് തോന്നുന്നുണ്ട് ഇവിടെ. മധുരമല്ല കേട്ടോ, നമ്മളത് ഭയങ്കര കട്ട മധുരം കാരണം മധുരം വളരെ കമ്മിയാണ്. ഇത് കഴിച്ചിട്ട് കാണാട്ടോ. ഗൈസ് നമ്മൾ ചൂട് കായായിട്ട് ഇവിടെ റോഡ് സൈഡിൽ 2 ആൾക്കാർ ചൂട് കായുണ്ട്. നല്ല സുഖമായിട്ട് എടുത്ത് നിൽക്കാൻ. എന്താ സുഖം. ഇത് ചായക്കടയുടെ ആളാണ്. ഇവിടെ 30 ആദ്യം ഉള്ളതാണ്. भाई है ब्लॉगर. योर नेम? नेम आपका नाम? मैं तनवीर अहमद. तनवीर अहमद जी. योर नेम? इब्राहिम. इब्राहिम. नजीब. मेरा नाम नजीब. नजीब. योर नेम? जालिम सिंह. जालिम सिंह. आप पंजाबी है? नहीं हम राजपूत. इधर राजपुर बंद हो गया ना, बंद हो गया. जालिम सिंह आज से क्या बात है. बोले ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ പോകണ്ടോ ഗൈസ്. ചായയൊക്കെ കുടിച്ചു സെറ്റായി. മാൽപ്പരി ഇവിടുത്തെ സ്പെഷ്യലാണ് മാൽപ്പരി. പിന്നെ അതുപോലെ തന്നെ ബണ്ണ്. ചായക്ക് 15 റുപ്യ, മാൽപ്പുരിക്ക് 15 റുപ്യ. നമ്മൾ ആകെ 40 റുപ്യ ഉള്ള കയറിയപ്പോൾ 80 റുപ്യ പറഞ്ഞ ഇരട്ടിയാണ്. ഓക്കെ ഓക്കെ ഗുഡ് ബൈ ഗായ്സ്. നമ്മൾ ജമ്മു ഹൈവേയിലുള്ള ഒരു കാഴ്ചയായിട്ട്, ജമ്മു നിന്ന് ശ്രീനഗർ പോകുന്ന ഹൈവേ എന്നുള്ളൊരു കാഴ്ചയാണ്. ലോറി മേലൊന്ന് മറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും എന്താണ് എങ്ങനെ ചങ്ങായി പറഞ്ഞു? ബി കെയർഫുൾ, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഗായ്സ് നമ്മൾ പോണ വഴി കണ്ടത് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നതാണ്. ഇടയ്ക്ക് ആകെ കട്ട് റോഡും കാര്യങ്ങളാണ്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയാണിത്. അവിടെ കൊട്ടിപ്പടേണ്ടിയാണ് ഇജാതി റോഡ്. നമ്മളെങ്ങോട്ടേനെ അടിച്ചിന്? മണാലിക്ക് റൂട്ട് അടിച്ചിട്ട് കാണിച്ചു തന്ന വഴിയാണ്. അവസാനം ഒരു ധാറിട്ട റോഡ് കണ്ടു. നടു ഇടിഞ്ഞു. നമ്മളങ്ങനെ മണാലിക്ക് ഉധംപൂർ പറഞ്ഞ ജില്ലയിൽ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകണ വഴിക്കിൽ നമ്മളെ നാട്ടിലൊരു സംഭവമാണ് വാഴയൊക്കെ ഉണ്ടെങ്കിൽ വാഴക്കലൊക്കെ പൂത്ത് നിൽക്കുന്നു കേട്ടോ. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ ഒരു സംഭവം കണ്ട് നമ്മളെ ഓടിയും കാണാത്ത, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഓറഞ്ച് പറഞ്ഞ സാധനം കേട്ടോ. ഓറഞ്ച് ഉണ്ടെങ്കിൽ മോനെ വലിയ ഓറഞ്ച് കേട്ടോ. ചെറിയ മരം പക്ഷേ വലിയ ഓറഞ്ചുകൾ. ഇത് ഉണ്ടോ ഉടുത്തുമുട്ട ഓറഞ്ച് കേട്ടോ. അത് ആർക്കും മാണ്ടോണം. നിലത്തൊക്കെ കിടക്കണ്ടെങ്കിൽ നിലത്തൊക്കെ ഉണ്ട് കുറേ. ഇവിടെ കൃഷി കേട്ടോ. അദ്ദേഹം ചവിട്ടിയാൽ ഇപ്പോൾ പണി ഇട്ട് കൊടുത്താൽ നാട്ടുകാരൊന്ന് പൂസി വിടും. മാതിരി ഏരിയയാണ് സംഭവം. ഇപ്പോൾ സീസൺ ആണോ എന്താ അറിയില്ല. ഒന്ന് കുഴിച്ചു ഒറ്റ മരം അവിടെ കാണുള്ളൂ. അവിടെ ഒക്കെ ഉണ്ട്, ശൈമലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ സീസൺ അല്ല ഇപ്പോൾ. ആപ്പിളിൻ്റെ മരങ്ങളിൽ കയറി ചിലപ്പോൾ ഈ ഉണങ്ങി കിടക്കുന്നത് ഒന്നും ടൈമല്ലാത്തതുകൊണ്ടേ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നിട്ട് ഈ കാഴ്ച ഉള്ളത്. അവിടെയൊക്കെ ഒരു മരം കംപ്ലീറ്റ് അത് ഇഷ്ടം പോലല്ല അവിടെ ഓറഞ്ച് പറ്റ കിടന്ന് പോയി കിടക്കുകയാണ്. ഒരു വയ്യില്ല കേട്ടോ. ഇത് ഇവിടെ ഉള്ള വയ്യൊക്കെ നോക്കിയാണ് പോകും. ഇവിടെയൊക്കെ കൃഷിൻ്റെ ഉള്ളപ്പോൾ ഇപ്പോൾ കൃഷി ഉള്ള ടൈമല്ല തോന്നുന്നത്. ഇപ്പം വായക്കുലൊക്കെ ഉണ്ട് കണ്ട് ആ മരത്തമ്മൽ. അപ്പോൾ നമ്മൾ ഒച്ച പിടിച്ചതാണ് നേരെ മണാലിക്ക്. ഇനി മണാലി കാഴ്ചകൾ കൈകാര്യം കുറേ ദിവസം പോലേ. ഈ കൃഷി ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ വളരെ കട്ടപ്പോഹയാണ്. നമ്മളിപ്പോൾ ഒരു കണ്ടത്തിൽ കൂടെ ഒക്കെ ചാടി വന്നേക്കാം കേട്ടോ. ഇതേ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ചാടി വന്നേക്കാണ്. അത് ഹൈവേന്ന് കയറിയതാണ്. അപ്പോൾ ഞാൻ അടിപൊളി കാഴ്ചകൾ കൈകാര്യം. ഞാൻ ഫുള്ള് ഉള്ളേരിയാണ് നമ്മൾ പോണത്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ കൈകാര്യം പോലെ
നമ്മളിനി മാഗി ഉണ്ടാക്കുന്നുണ്ട്. മാഗിക്ക് കൂട്ടാൻ ബ്രെഡും വാങ്ങിക്കണം കേട്ടോ. ബ്രൗൺ ബ്രെഡാണ്, ഫുള്ള് ചപ്പാത്തി വീറ്റാണ് സംഭവം. അപ്പോൾ എന്നാൽ പോവല്ലേ? പോവാ. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഒരു 2 മണിയൊക്കെ സമയമായിട്ട് 2 മണി ആവണുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇന്ന് നൂഡിൽസ് തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ നൂഡിൽസാണ്, വൈകുന്നേരം രാവിലെയൊക്കെ ചായയും കടിയൊക്കെ കഴിക്കലുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടാവും, പക്ഷെ നല്ല റിസ്ക് ആട്ടോ. നല്ലപോലെ നോക്കി പരിപാലിച്ചുണ്ടാക്കേണ്ട സാധനമാണ്. എന്താ പറയുക, കറിവേപ്പിൻ്റെ ഇല, കറി ലീഫ് പറഞ്ഞ സാധനം ഇഷ്ടം പോലെ വെറുതെ കാട്ടിലൊക്കെ ഉണ്ടായി കിടക്കാം കേട്ടോ. അതൊക്കെ അതിൻ്റെ മരമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് നമ്മളെ നാട്ടിൽ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ പെട്ടെന്നോട്ടൊന്നും ഉണ്ടാവും കേട്ടോ. ഇത് എന്ത് പറയാൻ മനസ്സിലാവണില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. ചെടി പോലത്തെയാണ്, പക്ഷേ ചില വീട്ടുകാരൊക്കെ ഇങ്ങനെ മതിലിന് പകരം ബുഷിൻ്റെ ഒക്കെ പകരം കുഴിച്ചിടുന്ന ഒരു ചെടിയാണിത്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടത്. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ എല്ലാ നാട്ടിലുള്ള സാധനമാണ് ഈ സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ചിലർ ഇത് കഴിക്കും. ഇതിങ്ങനെ കറുത്ത കളറായി ഇത് പോത്ത് വരുമ്പോൾ ഇതിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ കേട്ടോ, അതൊക്കെ ഒരു കുഴിച്ചിട്ട് പോലെ ഉണ്ടാക്കിയ പോലെ ഉണ്ട്, പക്ഷെ അതൊക്കെ നോർമലായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിൻറ്റിന് അരികെയാണുള്ളത്. വ്യൂ പോയിൻ്റ് ഇതാണ്ടോ, വ്യൂ പോയിൻ്റ് മീൻസ് ഇവിടെ എല്ലായിടത്തും വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഫുള്ള് അലാക്കിൻ്റെ അവലങ്കഞ്ഞി മലകൾ. ഇപ്പോൾ നമ്മൾ ഒരുപാട് താഴേക്കിറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ ജമ്മുവിൻ്റെ പത്താൻകോട്ടിൻ്റെ ഒക്കെ അടുത്തുള്ളത്. നമ്മൾ മണാലിക്കാണ് ലൊക്കേഷൻ അടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാശ്മീർ പോയിഞ്ഞ് നേരെ മണാലിക്ക് പോകാം കേട്ടോ. അവിടുന്ന് ഒരു ടണലൊക്കെ കാണുന്നുണ്ട്, ചെറുതായിട്ട് നിങ്ങൾക്ക് കാണണ്ടാവില്ല. അപ്പോൾ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എന്തൊക്കെയോ ഐറ്റംസുകളുണ്ട് ഇവിടെ. ഗായ്സ്, നമ്മളങ്ങനെ നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നൂഡിൽസ് ഏറെക്കുറെ ആയിട്ടുണ്ട്, ഞങ്ങൾ കഴിച്ചാൽ മതി. പിന്നെ നമ്മളെ വീറ്റ് ബ്രെഡും ഉണ്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പോവല്ലേ? പോവാണ്. हेलो गाइस, नाम क्या बोला? क्या यार, आइए। जाओ जाओ जाओ, क्या कोई मुश्किल नहीं है. നമ്മളോട് എന്താ സാധനം ഇത് എത്ര റുപ്യേൻ്റെ ആണെന്നൊക്കെ ചോദിച്ചാണ്ട് അവസാനം ക്യാമറ ഓണാക്കിയപ്പോൾ ഉണ്ട് കേട്ടോ. ആ വണ്ടി സാറ്റർഡേ കളിക്കുക. ഇവിടെയുള്ള കാശ്മീരിലെ ഒരുവിധം കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടി കേട്ടോ ക്യാമറ നോക്കാൻ. മറ്റൊന്ന് നിസ്കരിച്ചാൽ പോയതാണ്, ഒരു പള്ളി ഉണ്ട്. അപ്പോൾ പള്ളിക്ക് നിസ്കരിച്ചാൽ പോയതാണ്. അപ്പോൾ നമ്മൾ വണ്ടിമേ കളിച്ചുമ്പോൾ കുറേ ആൾക്കാരൊന്ന് കേൾക്കുന്നുണ്ട് എന്താ സംഭവം. അപ്പോൾ ഒരു കുട്ടി ഒന്ന് ചോദിച്ചാണ്, ഇവന് ക്യാമറ പിടുന്ന പേടിയാണ്, ഒളിച്ച് നിൽക്കുക കേട്ടോ. ഇങ്ങോട്ട് വേടാ. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിൽ ഏതോ ഒരു സ്ഥലത്താണ്, ഏതോ ജില്ല എന്താ അറിയില്ല. നമ്മളിപ്പോൾ ഒരു ടൗണിൽ നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ ചാടിച്ചാൽ നിർത്തിയ കേട്ടോ. അതിന് മുമ്പ് നമ്മൾ നിസ്കരിച്ച് ചെയ്തൊരു പള്ളിയിൽ നിന്ന്, ആ പള്ളിയിൽ നിന്ന് രാത്രി കിടന്നുറങ്ങാൻ ചോദിക്കണം, അല്ലെങ്കിൽ റൂം എടുത്താൽ വമ്പം നഷ്ടമാണ്. ഇവിടെ റൂമിനൊക്കെ റേറ്റ് കമ്മി കാരണം, പക്ഷേ റൂം കിട്ടുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. ഇതൊരു വലിയ അങ്ങാടിയൊക്കെ തന്നെയാണ്, പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ മണാലി പിടിച്ചണം. നാളെ ഒരു ദിവസം കൂടെ എത്തുമെന്ന് അറിയില്ല. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്, 300 സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 340 എങ്ങാനും കിലോമീറ്റർ ഉണ്ട് കേട്ടോ മണാലിക്ക്. അപ്പോൾ ഹിമാചൽ അടുത്ത് തന്നെയാണ്, കുറച്ചുള്ളൂ 300 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ മണാലിക്ക് ലോങ് ഓടാണ്ട് ഹിമാചൽ എത്തിയിട്ട്. അപ്പോൾ മണാലിക്ക് മൊത്തം 350 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടുത്തെ പള്ളിക്കൽ കടന്നുറങ്ങണം.
അതിനുശേഷം നാളെ രാവിലെ എണീറ്റ് പോകണം. അവിടുത്തെ പള്ളികളിൽ സമ്മതിക്കും അറിയില്ല. ആകെ 2 പള്ളിയാണ് കാണുന്നത് മാപ്പിൽ. ഒരു പള്ളിയിൽ നമ്മൾ കുറേ ഹെസർ നിസ്കരിച്ച് മാരിമ നിസ്കരിച്ചൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ മുല്ലയോടും ചോദിച്ചു നോക്കണം. അവിടുത്തെ ചെറിയ ചെക്കനോട് നമ്മൾ കമ്പനി ആയിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാരനായ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞ കമ്പനിക്ക് ആയിട്ടോ. ഞാൻ സമ്മതിച്ചാൽ നമുക്ക് അവിടെ രാത്രി കിടന്നുറങ്ങാം. അല്ലെങ്കിൽ റൂം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാറ് പെട്രോൾ പമ്പ് തപ്പി നോക്കണം. പെട്രോൾ പമ്പിൽ പിന്നെ അതും കിട്ടിയില്ലെങ്കിൽ റൂം എടുക്കേണ്ടി വരും. ഇവിടെ തണുപ്പ് ഇപ്പോൾ വളരെ കുറവാണ്. തണുപ്പ് കുറവനുസരിച്ച് 17 ഡിഗ്രിയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നലെയൊക്കെ നമ്മൾ -2 ഡിഗ്രിയിൽ -2, -3 ഇന്നലെ രാത്രിയൊക്കെ. ഇന്നും രാത്രി കുറച്ച് പക്ഷേ മൈനസൊന്നും ആവില്ല. കുറച്ച് ഇവിടെ നമ്മളിപ്പോൾ ജമ്മു കാശ്മീർ താഴെ ഭാഗത്താണ് ഇന്നലെ നമ്മളുണ്ടായിരുന്നത്. ഇന്നലെ പിന്നെ അതൊക്കെ ശ്രീനഗർ നല്ല ഉയരത്തിലാണ് കേട്ടോ. അവിടുന്ന് കണ്ടമാനം കത്തിച്ച് പോകുന്നു. അപ്പോൾ ഇനി മറ്റന്നാളൊക്കെ ആയിട്ട് മണാലിൻ്റെ വീഡിയോസ് വരും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല സപ്പോർട്ട് തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളെ സപ്പോർട്ട് നമുക്ക് നല്ലപോലെ വേണം. പിന്നെ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. ഇപ്പോഴത്തെ ഈ കാഴ്ചകളൊന്നും ഈ സമയത്ത് ഡിസംബർ മാസത്തിലെ കാഴ്ചകളൊന്നും ആരും നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ടാവില്ല. യൂട്യൂബിലൊന്നും കാണാൻ കിട്ടില്ല. പുതിയ വീഡിയോസ് അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടുത്തെ ചായക്ക് ഇന്ന് കടി എന്തൊക്കെയുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കേട്ടോ. ചായ എല്ലാവരും ഇവിടെ ഈ നെസ്കഫിൻ്റെ ശരിക്കുള്ള നെസ്കഫിൻ്റെ ഒരു കോപ്പിയാണ് ഈ ബ്ലാക്കും റെഡും. അത് കോപ്പി അടിച്ചാണ്ട് ഇഷ്ടമുള്ള പോലെ ഇറക്കുക കേട്ടോ. ചട്നി ഇടാലോ. ചട്നി സമൂസ മാത്രം പറഞ്ഞാൽ ഇപ്പോൾ ചട്നി വേണം കഴിക്കും. ചട്നി ആകുമ്പോൾ ചിലപ്പോൾ ആകെ മുറിച്ചിട്ട് അരപ്പാക്കി തരിക. ചില ഇഷ്ടമല്ല, എന്നാലും നോക്കാം. ഇപ്പം മുറിച്ചിട്ടാണെങ്കിൽ ഇനി മുതൽ ചട്നി വേണ്ട. ചട്നി പറഞ്ഞാൽ സാധാരണ നമ്മൾ സൈഡിലൂടെയും ചട്നി മാറുന്ന തരുന്ന പോലെ അല്ല ഇവിടെ. ഒന്നായിട്ടുണ്ട് പോരും അല്ല, ഒന്നായിട്ടാണ് മുറിച്ചാണ്ട്. അപ്പോൾ ഇവനിൻ്റെ ഇപ്പോൾ ഒരാളുണ്ട് ഇവിടെ ചായ അടിച്ചാൽ. അക്ക നാം ക്യാ ഹെ? സോനു ഷൗക്കത്ത് ഒരാളാണ് കണ്ടുള്ളത്. ഷൗക്കത്ത് നമ്മൾ ചായ കടയിലൊപ്പം ചായ അടിച്ചാലുണ്ട്. കൂടുതൽ ടേസ്റ്റ് ആണ്. ചായ പുളി ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. ടേസ്റ്റ് അപ്പുറത്ത് തന്നെ മദ്യപാൻ ഷാപ്പാണ്. പഠിച്ചവൻക്കറിയാം. അതാണ് ഞാൻ പുളി ടേസ്റ്റ്. മദ്യപാനം തന്നെ. അപ്പോൾ ഈ കണ്ടതാണ് ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചാണ് അതിനുള്ളിൽ കുറച്ച് ചട്നി. അതായത് ചട്നി പറഞ്ഞാൽ എന്താണ്, ഒന്ന് തൈരാണ് മനസ്സിലായി, മറ്റേതെന്താ അറിയില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ എടുത്ത് മനസ്സിലായിട്ടോ. ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി പേസ്റ്റാണത്. ഇഞ്ചി പേസ്റ്റും പിന്നെ തൈരുമാണ് കേട്ടോ. കൊടുത്തുള്ള ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ. यूट्यूब ब्लॉगिंग हाँ अच्छा वैसे तो रूम मिलेगा रूम भैया मिल तो जाता है पूरा अभी आप कहाँ रहते कितना रुपया होगा? रुपया तो कम है होगा 1500 तो होगा 1500 1000 में हो जाता है 1000 में मिल बढ़िया नहाने नहाने को भी बढ़िया मिलेगा, नहाने को रहने को खुला डुला बड़ा अच्छा मिलेगा. हमारे तो कमरे रूम का किराया तो सस्ता है. നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ? ഒരു കിണ്ടി മനസ്സിലായി, ഒരു 1500 മനസ്സിലായി. അതായത് 1200 रुपये റൂമിന് വരും. वीडियो बनती है इसमें हाँ यूट्यूब में चल रही है. हाँ बाय चाप पे कितने का मिलता कैमरा? ये 40 का हाँ 40,000 नहीं कमरा तो पानी रूम का किराया कमरा में लिया है बड़ा मस्त है. ഗായ്സ്, അങ്ങനെ സമയം ഇപ്പോൾ എത്ര അറിയോ? 8:30 സമയം ഇപ്പോൾ 8:30 മണിയായിട്ടോ. നമ്മൾ എന്നൊരു അങ്ങാടി ലാസ്റ്റ് നിസ്കരിച്ച ഒരു അങ്ങാടി ഉണ്ടല്ലോ, അവിടുന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു. അവിടുത്തെ പള്ളിക്കൽ കാൽക്കാർ പറഞ്ഞു ഇങ്ങനെ ആൾക്കാരെ കയറ്റിയിട്ട് വേറെ സ്ഥലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് സേഫ്റ്റി എന്ത് ഉറപ്പിലാണ് നിങ്ങൾ അവിടുന്ന് കയറ്റി പാർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നു. മൂപ്പരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ പോന്നിട്ടാണെങ്കിൽ ഒരു അങ്ങാടി എത്തണില്ല, കുറേ പോകുന്നു. ഒരു ഫോറസ്റ്റിലകപ്പെട്ട മാതിരിയാണ്. ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എന്തിനാണെന്നൊരു ഐഡിയ ഇല്ല. വലിയൊരു ഡാമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു വണ്ടി വരും. അപ്പോൾ ഒരു അങ്ങാടിത്തിന് വരെ ഫുള്ള് റൈഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങാടി എത്തിയിട്ടും കാര്യമില്ല, നമുക്ക് ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് റൂമിന്. കാരണം ജമ്മു കാശ്മീർ മൊത്തം കംപ്ലീറ്റ് എക്സ്പെൻസിൻ്റെ അങ്ങേതല്ല കേട്ടോ. പള്ളിയിലൊന്നും അഭയം കിട്ടൂല.
പെട്രോൾ പമ്പിലാണെങ്കിൽ പെട്രോൾ പമ്പ് ഇവിടെ കാണാൻ കൂടി ഇല്ല. പെട്രോൾ പമ്പ് ഓഫ് ആയിക്കണം. പിന്നെ നമ്മളെ ഒരു 5 ലിറ്റർ വേറെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ക്യാനിൽ, അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ ഒരു ചുരം ഇങ്ങനെ കയറി പോകട്ടോ, ചുരമാണത്. അപ്പോൾ പാറകളുടെ ഇടയിലൂടെ ചുരമുണ്ട്, ഒന്നും കാണൂല, നമ്മളെന്നെ കാണൂല, ലൈറ്റിൻ്റെ വണ്ടിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ മിക്കവാറും നാളെ രാവിലെ വരെ റൈഡ് ചെയ്യാറ്. നാളെ രാവിലെ വരെ റൈഡ് ചെയ്യുകയാണെങ്കിൽ മണാലിയിലെത്തും. പക്ഷേ ഉറക്കം നോക്കണം, പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യണം. ഇവിടെ എവിടെയും കാട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, ഇത് മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കട്ടെ ഏതാ കേട്ടോ, നമ്മളൊന്ന് തപ്പി നോക്കാം. മുമ്പോട്ട് പോയതാണ്, മുമ്പോട്ട്. बोले तो भाई ये हमारा भाई है, आपका नाम क्या है? Guys. मैंने संजू बादशाह कहते हैं। संजू बादशाह संजू बादशाह। संजू थोड़ा बादशाह। ठंडी में है। ओ बोले तो की कहना है, रहना बहना अब मैं ड्रिंक किया, अब ड्रिंक किया किया थोड़ा। थोड़ा किया वो तो चलता रहता है। അപ്പൊ പാമ്പാണ്. झूठ नहीं बोलना भाई, हैं? जिंदगी में बोलता नहीं हूँ സത്യമായി സത്യം. भाई। हम कुछ और टाइप के बंदे हैं भाई, जिथे चलते उत्थे धूड़ भी चुलते नाल ही। हैं? ठीक है भाई। എന്താ ചെയ്യാ? भाई ये नहीं सोचना भी अस इदां दे बंदे इंसानियत हमारे ऊपर, इंसानियत ഇൻസാനി മനുഷ്യനാ. इंसानियत है। I am you, this man, पूरा इंसानी. I love you, I love you, I love you। I love you। കെട്ടിക്കൂടി. इसको थोड़ा बजा जदी पुरिया तो ना फिर दिखना हाथ उधर जाता। മോന്തൊക്കെ കിട്ടണ്ടേന് കജ്ജ കിട്ടി നന്നായി. ਉਹ ਚੁੱਕ ਲਈ ਤੇ ਜਿੱਥੇ ਦੁਨੀਆ ਝੁਕਦੀ ਹੈ ਉੱਥੇ ਤੇ ਅੱਗੇ ਅਸੀਂ ਚੱਲਦੇ ਭਾਈ। ठीक है भाई। ओके ठीक है. ठीक है भाई, नो टेंशन वो कोई नहीं। मैं जिंदगी दी पुरानी में नहीं 88 ਦਾ मैं I am going to Manali. ਉਹ ਮਨਾਲੀ ਛੱਡ, ਮਨਾਲੀ ਮੇਰੇ ਘਰ ਹੈ। ഇങ്ങോട്ട് ഇല്ല, ഇങ്ങോട്ട് പോണോ? ਉਹ സുന്നാഗ് ਮੰਡੀ, സുന്നാഗ് ਮੰਡੀ മനാലി സുന്നാണ്ടിയോ? സുന്നനഗർ, സുനനഗർ, സുന്നാണ്ടി. സുന്നാഗ് ਮੰਡੀ മനാലി। Rest your place. place Yo, you are lucky man. lucky man है। ഗായ്സ്. അപ്പോൾ ഒരു കള്ളുടിയനാണ് നമ്മൾ കണ്ടത്. ഈ കടൻ്റെ പേരൊന്ന് വായിച്ചു കേട്ടോ. അത് ഫുള്ളൊരു വെറൈറ്റി പേരുകളാണ്. അപ്പോൾ പോവല്ലേ? ടീക്കെ പൈസ ഹം ജറാവ്. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ രാത്രി കേട്ടോ, രാത്രി 11-12 മണിയൊക്കെ ആയി. 12 മണിയായി. നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള പരിപാടി, റൂമിനുള്ള പരിപാടി നിർത്തി. അപ്പോൾ ഈ റൂട്ടാണെങ്കിൽ വമ്പൻ ടാസ്ക് റൂട്ടാണ്. പെട്രോൾ പമ്പൊക്കെ ആകെ 2-3 രണ്ടാമത്തെ പമ്പാണ്. നമ്മൾ 12 മണി വരെ ഓടിയിട്ട് രണ്ടാമത്തെ പമ്പാണിത്. ഫസ്റ്റ് പമ്പിൽ ഒരു കുറേ വണ്ടികൾ നിർത്തിയിട്ട് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാനൊരു മടി, നമ്മൾ എണ്ണ അടിച്ചതായിരുന്നു. പിന്നെ രണ്ടാമത്തെ പമ്പിൽ പോയി ചോദിച്ചു. അപ്പോൾ തന്നെ ആയിക്കോട്ടെ, മൂലൊക്കെ പോയി അടിച്ചോളി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ അടിച്ചു കിട്ടോ. ഇനി നാളെ നേരം വെളുത്തിട്ടൊന്നും പോക്കലുണ്ടാവില്ല, ഒരു ഉച്ചക്കാവും പോകണമെന്നുണ്ടെങ്കിൽ. കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് നല്ലപോലെ കടന്നുറങ്ങാണ്ട് ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളിപ്പോൾ കേരള ടു കാശ്മീർ എന്നാണ് കൊടുത്തത്. പക്ഷേ കാശ്മീർ എത്തിയിട്ട് നമ്മൾ നിർത്തൂല, ഇനിയും പോകുക തന്നെയാണ്. മണാലി പോകുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങോട്ടേക്ക് പല ജാതി പ്ലാൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. പുതിയ പുതിയ അപ്ഡേഷൻ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നാളെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.